നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ വിവാഹം നീണ്ടു നിൽക്കില്ല എന്നാണോ ജോത്സ്യര് പറയുന്നത്? അതെ, അയ്യോ, അത് തന്നെയാ കാണുന്നത്. എന്തിനും ഒരു പരിഹാരം ഉണ്ടാവില്ലേ ജോത്സ്യരെ? ജ്യോത്സ്യത്തിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്, പക്ഷെ അത് വിശ്വസിക്കണമെന്ന് മാത്രം. ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഇതിന് പരിഹാരം എന്താണെന്ന് നോക്കൂ. പരിഹാരമൊന്നും കാണുന്നില്ലല്ലേ ജോത്സ്യരെ? അല്ലെങ്കിൽ തന്നെ ഇനി അവരുടെ ശാന്തി മുഹൂർത്തത്തിന് സമയം നോക്കിയിട്ട് എന്താ കാര്യം? ഇതൊക്കെ പഴയ വിശ്വാസങ്ങളാ. ഇപ്പൊ തന്നെ അവരവരുടെ ജീവിതം തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയല്ല ജോത്സ്യരെ, ഇതുവരെ അവരൊരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ല. അതും സത്യമാണ്. ഈ കവടിപ്പലകയിൽ എല്ലാം തെളിയും. പരിഹാരം എന്താണെന്ന് പറയും. ഇതിന് പരിഹാരം ഒന്നേയുള്ളൂ. കെട്ടിയ താലി അങ്ങോട്ട് അഴിക്കുക. എന്നിട്ട് ഒരു തവണ കൂടി അങ്ങോട്ട് കെട്ടണം, നല്ല ശുഭമുഹൂർത്തത്തിൽ. അതോടെ എല്ലാത്തിനും പരിഹാരമാവും. എന്നാ പിന്നെ അതിന് പറ്റിയൊരു മുഹൂർത്തം കുറിച്ചാട്ടെ. അപ്പോ ഇനി അവരുടെ കല്യാണം നടത്തണം എന്നാണോ പറഞ്ഞു വരുന്നത്? മലയാളത്തിലല്ലേ ജോത്സ്യരെ പറഞ്ഞത്? ഇനി അവരുടെ കല്യാണം നടത്തുന്നത് എന്ത് നാണക്കേടാ! ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കളിയാക്കും. അതിനും വഴിയുണ്ട്. ഒരിക്കൽ കൂടി താലി കെട്ടണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ആർഭാടമായിട്ട് കല്യാണം നടത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സാറേ, കുടുംബദൈവങ്ങളുടെയും കുലദൈവങ്ങളുടെയും അനുഗ്രഹമാണ് ആദ്യം വേണ്ടത്. മറ്റെങ്ങും പോകണ്ട, ഒരാളെയും വിളിക്കുകയും വേണ്ട. ഇവിടെ ഈ പൂജാമുറിയുടെ മുമ്പിൽ വെച്ച് ഞാൻ കുറിച്ചു തരുന്ന ശുഭമുഹൂർത്തത്തിൽ ഭഗവാന്റെ മുന്നിൽ പൂജിച്ച താലി പെൺകുട്ടിയുടെ കഴുത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി കെട്ടണം. അതോടെ എല്ലാ ദോഷങ്ങളും അകന്നുപോകും. അന്ന് തന്നെ അവരുടെ ശാന്തി മുഹൂർത്തവും നടത്താം. തീയതി മുഹൂർത്തവും ഞാൻ ഇപ്പോ കുറിച്ചു തരാം. ഇയാൾക്ക് വേറെ ഒരു ജോലിയില്ലേ? ഇവിടുത്തെ പൂജാമുറിയുടെ മുന്നിൽ വെച്ച് വീണ്ടും താലിയിട്ട്. ഓഹ്, ആലോചിച്ചിട്ട് എന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ തടയും? താലി പൂജിക്കാനുള്ള പൂജാരിയെ ഞാൻ ഏർപ്പെടായിക്കൊള്ളാം. അദ്ദേഹം വന്ന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തോളും. ശരി ശരി, അപ്പോ ഞാൻ ഇറങ്ങുന്നു. എല്ലാം ശുഭമായി വരും. ആയിക്കോട്ടെ, ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.